പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. തിയോളജിയായുടെ BTH ലെവലിലുള്ള കോഴ്സിൻ്റെ ക്ലാസ്സാണ് ഇത് എന്ന് നിങ്ങൾക്കറിയാം. ഈ വർഷം പഠിക്കാനുള്ള വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ തുടർച്ചയായ ഭാഗമാണ് ഇന്ന് നാം പഠിക്കുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച് തുടങ്ങിയിരുന്നു. 3-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു. തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുക. 7-ാം വചനം ഇപ്രകാരമാണ്: അനേകം ഫരിസേയരും സദൂക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? അനേകം ഫരിസേയരും സദൂക്കായരും വരികയാണ്. യേശുവിൻ്റെ കാലത്ത് അഥവാ സ്നാപകൻ സ്നാനം നൽകുന്ന കാലത്ത് ഇത് രണ്ടും ഏകദേശം ഒരേ കാലഘട്ടമാണ് എന്ന് നമുക്കറിയാം. യേശു സ്നാപകൻ സ്നാനം നൽകാൻ തുടങ്ങി ഏറെ കഴിയുന്നതിന് മുൻപ് യേശു പരസ്യജീവിതം ആരംഭിച്ചു. അതുകൊണ്ട് സ്നാപകൻ്റെ ശുശ്രൂഷയുടെ തുടർച്ചയായ ശുശ്രൂഷയാണ് യേശു ചെയ്യുക. ഈ കാലഘട്ടത്തിൽ, അതായത് AD 20കൾക്കും 30കൾക്ക് 35 ഒക്കെ ഇടയ്ക്കുള്ള 25-നും 35-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തെ നമുക്ക് ഈ സ്നാപകൻ്റെ യേശുവിൻ്റെ കാലമായി പരിഗണിക്കാവും. യേശു 29-ാം ആണ്ടിൽ മരിച്ചു എന്ന വർഷഗണന നാം അംഗീകരിച്ചാൽ ഇത് കേവലം 26 മുതൽ 29 വരെ വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു ശുശ്രൂഷയായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ കാലഘട്ടത്തിൽ ഫരിസേയരും സദൂക്കായരും ഒന്നും സംയുക്തമായിട്ടല്ല കഴിഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സംഘടിതമായി ഇപ്പോഴീ വരുന്നത് പോലെ സ്നാപകൻ്റെ അടുത്തേക്ക് ഫരിസേയരും സദൂക്കായരും ഒരുമിച്ച് വരുന്നെന്ന് പറഞ്ഞാൽ അവരൊരു കൂട്ടുകാരെ പോലെ, നിയതമായ സംഘാതമായ ലക്ഷ്യമുള്ളവരെ പോലെ വരുന്നതായ സൂചന ചരിത്രപരമായി വസ്തുതയാണ്. അത് വിശുദ്ധ മത്തായി സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിൻ്റെ വിഷയമാണ്. യേശുവിൻ്റെ കാലത്ത് അഥവാ സ്നാപകന്റെ കാലത്ത് സദൂക്കായരും ഫരിസേയരും പരസ്പര ശത്രുതയിൽ ഏറ്റുമുട്ടിയിരുന്നവരായിരുന്നു. സദൂക്കായര് മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്നവരും ഫരിസേയര് മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നവരുമായിരുന്നു. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ വളരെ പ്രകടവും സ്പഷ്ടവുമാണ് എന്ന് നടപടി പുസ്തകത്തിലെ സമാന്തര സുവിശേഷങ്ങളിൽ തന്നെ മറ്റു ഭാഗങ്ങളിലെ വിവരണങ്ങൾ വായിച്ചാൽ നമുക്ക് അറിവുള്ളത്. ചരിത്രപരമായ വസ്തുത അതാണ്. പക്ഷെ ഇവിടെ മത്തായി സുവിശേഷകൻ പറയുകയാണ്, ഫരിസേയരും സദൂക്കായരും ഒരുപോലെ സംഘാതമായി സ്നാപകന്റെ അടുക്കലേക്ക് വന്നു എന്ന് പറയുമ്പോൾ മത്തായി താൻ സുവിശേഷം എഴുതുന്ന കാലഘട്ടത്തിലെ ഒരു ചരിത്ര നിയോഗത്തെ ഇവിടെ അവതരിപ്പിക്കുകയാണ് എന്ന് കരുതുന്നതിൽ തെറ്റില്ല. സുവിശേഷകൻ ഈ രചന നടത്തുന്ന കാലത്ത് ഫരിസേയരും സദൂക്കായരും ഒറ്റക്കെട്ടായി നിന്ന് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്ന സമയമാണ്. ആ സമയത്തെ സുവിശേഷകൻ യേശുവിൻ്റെ കാലത്തേക്കും ആരോപിക്കുക. ക്രിസ്തുവിനെതിരെ ഫരിസേയരും സദൂക്കായരും ഹെറോദേസ് പക്ഷക്കാരും എല്ലാം ഒരു മനസ്സോടെ, അവരുടെ ഇടയിലെ ആഭ്യന്തരമായ ഭിന്നതകൾ, വിശ്വാസ സംഹിതകളിലുള്ള അന്തരങ്ങൾ ഉണ്ടാകാം. പക്ഷേ ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർക്കെല്ലാം ഒരേ സ്വരം, ശത്രുതയുടെ സ്വരം. ഇത് സുവിശേഷകൻ അവതരിപ്പിക്കുന്ന ഒരു സത്യമാണ്. പലപ്പോഴും സഭ ഇന്ന് നേരിടുന്ന പ്രതിസന്ധികളിലും ഇതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയ കക്ഷികൾക്കാകാം, മതപക്ഷങ്ങൾക്കാകാം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, സമുദായ സംഘടനകൾക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. പക്ഷേ ക്രൈസ്തവ കാഴ്ചപ്പാടിനെ എതിർക്കുന്നതിൽ, ക്രിസ്തുവിനെ, ക്രിസ്തുവിൻ്റെ സഭയെ, സഭയുടെ സ്ഥാപനങ്ങളെ എതിർക്കുന്ന മേഖല വരുമ്പോൾ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളെല്ലാം മറന്ന്
സംഘാതമായ സംരംഭങ്ങൾ അല്ലെങ്കിൽ മുന്നേറ്റങ്ങൾ, മുന്നണികൾ രൂപം കൊള്ളുന്നത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. സുവിശേഷകനും അതിന് സമാനമായ സത്യമാണ് പറയുക. ഫരിസേയരും സദൂക്കായരും വ്യത്യസ്ത അഭിപ്രായക്കാർ, പരസ്പരം പോരടിച്ചിരുന്നവർ. പക്ഷേ യേശുവിനെതിരെ, യേശുവിന് വഴിയൊരുക്കാൻ വന്ന സ്നാപകനെതിരെ അവര് ഒരു മനസ്സോടെ നിലകൊള്ളുക. ഇവരുടെ ഈ വരവ് തന്നെ സ്നാപകനെ പ്രകോപിപ്പിക്കുന്നതായിട്ടാണ് സ്നാപകന്റെ വാക്കുകളിൽ നിന്ന് സ്പഷ്ടമാകുക. ഫരിസേയരും സദൂക്കായരും സ്നാനമേൽക്കാൻ വരുന്നത് കണ്ട് യോഹന്നാൻ അവരോട് പറഞ്ഞു, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നതാരാ? മരുഭൂമിയിൽ സുലഭമായി കാണുന്ന ഉഗ്രവിഷമുള്ള പാമ്പാണ് അണലി. അതുകൊണ്ട് അണലി സന്തതികളെ എന്ന പദപ്രയോഗം ആ കാലഘട്ടത്തിലെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന പദപ്രയോഗം. വലിയ വിഷം ചീറ്റുന്നവരാണ് അവര് എന്ന് വ്യക്തം. ഓടിയകലുന്നത് എപ്പോഴാണ്? കാട്ടുതീ ഉണ്ടാകുമ്പോൾ സർപ്പങ്ങൾ ചെറിയ ചൂട് അടിക്കുമ്പോൾ തന്നെ സുരക്ഷിതമായി തങ്ങളുടെ മാളം വിട്ട് ഓടി അകലും എന്ന സങ്കല്പമാണ് ഇവിടെ സുവിശേഷകൻ ഉപയോഗിക്കും. അതായത് ചൂടിൻ്റെ ചെറിയ സാധ്യത അനുഭവപ്പെട്ടു തുടങ്ങുമ്പോഴത്തേക്കും മാളം വിട്ട് ഓടിയകലുന്ന സർപ്പങ്ങളെ പോലെ ഇതാ ഇവിടെ ഫരിസേയരും ഓടി വരികയാണ്. ഈ ആത്യന്തികമായി സുവിശേഷകൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ പ്രബോധനങ്ങൾ, പഠനങ്ങൾ കാലഹരണപ്പെട്ടു. അവർ ദൈവത്തിൻ്റെ യുഗാന്ത്യ സൂചന ലഭിച്ചപ്പോൾ മാളം വിട്ട് ഓടി വന്നിരിക്കുകയാണ് എന്ന് സ്നാപകൻ ഒരർത്ഥത്തിൽ അവരെ പരിഹസിക്കുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം സ്നാപകന്റെ ഈ പ്രഭാഷണത്തിൽ ഉടനീളം ഒരു യുഗാന്ത്യ ദർശനം വളരെ സ്പഷ്ടമാണ്. തുടർന്നുള്ള വാക്കുകളിലെല്ലാം അദ്ദേഹം അത് പറയുന്നുണ്ട്. എന്താണ്? ഫലം തരാത്ത വൃക്ഷങ്ങളുടെ ചുവടിനെല്ലാം കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകും തുടങ്ങിയ പദപ്രയോഗങ്ങളെല്ലാം യുഗാന്ത്യത്തെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങളാണ്. ഈ യുഗാന്ത്യ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്നാപകന്റെ പ്രബോധനത്തിൻ്റെ ആത്യന്തിക അർത്ഥം നാം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് പിതാവായ അബ്രാഹമുണ്ട് എന്ന് ഊറ്റം കൊള്ളേണ്ട സ്നാപകൻ അവരെ നോക്കി പറയുന്ന വാചകം. പിതാവായ അബ്രാഹം ഉണ്ട് എന്ന് ആരും അഭിമാനിക്കേണ്ട, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്ന ധാർഷ്ട്യം പലർക്കും സഹജമായ ധാർഷ്ട്യം. ഈ ധാർഷ്ട്യത്തെയാണ് സുവിശേഷകൻ തിരുത്താൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ധാർഷ്ട്യമൊന്നും ആരും കൊണ്ടു നടക്കണം. സുവിശേഷകന്റെ നിലപാട് വളരെ സ്പഷ്ടമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന കാരണത്താൽ മാത്രം ഒരുവൻ രക്ഷ പ്രാപിക്കും എന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു, മാമോദീസ സ്വീകരിച്ചു, അതുകൊണ്ട് എൻ്റെ രക്ഷ ഉറപ്പായ വിഷയമാണ് എന്നാരും വിചാരിക്കരുത്. അല്ലെങ്കിൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരു പുരോഹിതനാണ്, ഒരു സന്യസ്തനാണ്, സന്യസ്തയാണ് എന്ന് ചിന്തിച്ച് ആരും ആധ്യാത്മിക ഔദ്ധത്യം ഭാവിക്കരുത്. പ്രവാചകനായ സ്നാപകൻ പറയുന്ന ഇതാണ്, ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന്റെ സന്തതികളെ ഉൽപ്പാദിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. തെരഞ്ഞെടുപ്പിനോടുള്ള ഒരുതരം ആക്ഷേപഹാസ്യമാണ് സ്നാപകന്റേത്. തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രം രക്ഷയ്ക്ക് മാനദണ്ഡമാകുന്നില്ല. മറിച്ച് എന്തിനു വേണ്ടി ദൈവം നിന്നെ തെരഞ്ഞെടുത്തോ ആ തെരഞ്ഞെടുപ്പ് നിറവേറ്റുന്നതിന് വേണ്ടി, ആ തെരഞ്ഞെടുപ്പിന്റെ നിയോഗം നിറവേറ്റുന്നതിന് വേണ്ടി ആത്യന്തികമായി നീ എത്രമേൽ കരുതലോടെ അധ്വാനിക്കുന്നു എന്നത് പ്രസക്തമായ വിഷയം. ദൈവം ഒരുപക്ഷെ നിങ്ങളെ കുടുംബജീവിതത്തിലേക്കായിരിക്കാം തെരഞ്ഞെടുത്തിരിക്കുക. ക്രൈസ്തവ സഭയിൽ വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഒരു വിവാഹവും വിജയകരമായി മുമ്പോട്ട് പോകുന്നില്ല എന്ന് നമുക്കറിയാം. അത് ഓരോ നിമിഷവും ജീവിത പങ്കാളികൾ തമ്മിലുള്ള പരസ്പര ധാരണകള്, സ്നേഹം, കൂട്ടായ്മ, മനസ്സിലാക്കൽ, വിട്ടുവീഴ്ച ചെയ്യൽ, ഇതിലൂടെയാണ് കുടുംബ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുക. ദമ്പതികളായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തു എന്ന കാരണത്താൽ വിവാഹം വിജയകരമാവില്ല.
അത് ഏത് ജീവിതാന്തസ്സിനെ സംബന്ധിച്ച് സത്യമാണ്. ദൈവം തെരഞ്ഞെടുക്കുന്ന നിയോഗം എന്തോ അതിനുവേണ്ടി നിലകൊള്ളുക, അതാണ് ദൈവം പ്രതീക്ഷിക്കുന്ന ആത്മാർത്ഥത എന്ന് ചിന്തിക്കണം. സ്നാപകന്റെ ഈ പ്രഭാഷണം ഇപ്രകാരം നടന്നുകൊണ്ടിരിക്കവെയാണ് യേശു സ്നാനം സ്വീകരിക്കാനായി വരിക. ഈ വചനഭാഗത്തിലെ ഏറ്റവും പ്രധാന സത്യവും സന്ദേശവും അതുതന്നെ. സ്നാപകന്റെ പ്രഭാഷണത്തെ ചുരുക്കി പറഞ്ഞാൽ, സ്നാപകൻ യുഗാന്ത്യത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ സൂചനകൾ, ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം നിർണായകമായ വഴിത്തിരിവിലേക്ക് നീങ്ങിക്കഴിഞ്ഞു, ഇനിമേൽ രക്ഷ എന്നത് പരിശുദ്ധാത്മ പ്രവൃത്തിയാൽ സംഭവിക്കാൻ പോവുകയാണ് സ്നാപകൻ പറഞ്ഞു. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? അവനവൻ്റെ പാപങ്ങളെ ഓർത്ത് അനുതപിക്കണം, പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം, പാപങ്ങളിൽ നിന്ന് വിടുതലാർജിക്കണം. ഇതാണ് രക്ഷയുടെ മാനദണ്ഡമായി സ്നാപകൻ പറയുക. സ്നാപകൻ പറയുന്ന ഇതേ മാനദണ്ഡം തന്നെയാണ് രക്ഷയ്ക്ക് ഇന്നും നമുക്ക് മുമ്പിലുള്ളത് എന്നത് യാഥാർത്ഥ്യമാണ്. രക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി പാപങ്ങളിൽ നിന്ന് വിടുതലാർജിക്കുക എന്നതാണ് അർത്ഥം. പലപ്പോഴും രക്ഷയെ മനുഷ്യർ തെറ്റിദ്ധരിക്കാറുണ്ട്. രോഗശാന്തിയെ രക്ഷയായിട്ട് കരുതുന്നവരുണ്ട്, വലിയ വരങ്ങളെ ദാനങ്ങളെ രക്ഷയായിട്ട് കരുതുന്നവരുണ്ട്. ഇതൊക്കെ രക്ഷയുടെ അടയാളങ്ങളാണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയാൻ ആത്യന്തികമായി ഞാനും നിങ്ങളും മനസാക്ഷിയിലേക്ക് തിരിഞ്ഞാ ചോദിക്കേണ്ടത്. രക്ഷയുടെ അടയാളമാകണമെങ്കിൽ പാപമില്ലാത്ത അവസ്ഥ, അനുഭവം നമുക്ക് സംജാതമാകും. പാപത്തെ വിട്ടുപേക്ഷിക്കാതെ, പാപത്തെ ഹൃദയത്തിൽ താലോലിച്ചും പാപവഴികളിൽ അഭിരമിച്ചും ജീവിക്കുന്ന മനുഷ്യന് വരങ്ങളുണ്ടോ, ദാനങ്ങളുണ്ടോ, അവനിൽ അത്ഭുതകരമായ സിദ്ധിവിശേഷങ്ങളുണ്ടോ, പ്രഘോഷണത്തിനുള്ള കഴിവുണ്ടോ, ഇതൊക്കെ അപ്രസക്തമായ വിഷയങ്ങളാണ്. ഒരുവൻ പാപമില്ലാതെ നിർമ്മലമായി ജീവിക്കുന്നു, അവൻ പരിശുദ്ധാത്മ അഭിഷേകത്തിന് അർഹനാണ്, അവൻ രക്ഷയുടെ വഴിയിലാണ്. ഇതാ സ്നാപകന്റെ നിലപാട് എന്ന് പറയുക. തെരഞ്ഞെടുപ്പിനെ പോലും സ്നാപകൻ രക്ഷയ്ക്കുള്ള ഗ്യാരണ്ടിയായിട്ട്, ഉറപ്പായിട്ട് കരുതുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പും സിദ്ധികളും സാധനകളും എല്ലാം ഗുണകരമാകുന്നത് എപ്പോൾ എന്ന് ചോദിച്ചാൽ സ്നാപകന്റെ ഉത്തരം വ്യക്തമാണ്: പാപം ഇല്ലാതിരിക്കുന്ന കാലത്തോളം. ഈ പശ്ചാത്തലത്തിലാണ് മിശിഹാ തമ്പുരാൻ സ്നാനം സ്വീകരിക്കാൻ സ്നാപകന്റെ അടുക്കലേക്ക് വരിക. ഈ സ്നാപകന്റെ പക്കലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു ഉച്ചരിക്കുന്ന ആദ്യത്തെ വചനം ശ്രദ്ധാർഹമായ വചനമാണ്. സ്നാപകനാണ് യേശുവിനോട് ചോദിക്കുക, നീ എന്തേ എൻ്റെ അടുക്കലേക്ക് വരിക? നമുക്കറിയാം ഈ വചനഭാഗം ക്യൂ ട്രഡീഷനിൽ നിന്ന് മത്തായി എടുത്തതാണ്. കാരണം ഇതേ വചനഭാഗം ലൂക്കായിൽ വ്യക്തമായിട്ടുണ്ട്. അതേസമയം മർക്കോസ് ഇത് വളരെ രഹസ്യമായി, വളരെ ചുരുങ്ങിയ വാചകങ്ങളിൽ പറയുന്ന ഒരു സംഭവമാണ് യേശുവിൻ്റെ സ്നാനം. ഒരിക്കലും മർക്കോസിന്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ യേശുവിനെ സാക്ഷ്യപ്പെടുത്തി ഇവൻ ദൈവപുത്രനാണ് എന്ന സാക്ഷ്യം നൽകുന്നില്ല. നമ്മൾ മർക്കോസിന്റെ സുവിശേഷം പഠിച്ചപ്പോൾ അത് മനസ്സിലാക്കിയതാണ്. മിശിഹാ രഹസ്യം, മെസ്സിയാനിക് സീക്രസി സംരക്ഷിക്കുന്നതിന് വേണ്ടി വിശുദ്ധ മർക്കോസ് യേശുവിൻ്റെ ദൈവീകതയുടെ വെളിപ്പെടുത്തലുകളെ തൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തിലേക്ക് നീക്കിവെക്കുന്നതിൻ്റെ ചരിത്രം നമ്മളവിടെ മനസ്സിലാക്കി. പക്ഷെ അപ്രകാരം ഒരു മിശിഹാ രഹസ്യം മത്തായി കൃത്യമായി മുറുകെ പിടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയും. കാരണം സ്നാപകൻ യേശുവിനെ കണ്ടതേ മനസ്സിലായി, താൻ നാളിതുവരെയും പ്രസംഗിച്ചവൻ ഇവനാണ്, വഴിയൊരുക്കേണ്ടത് താൻ ഇവന് വേണ്ടിയാണ്, താൻ നാളിതുവരെയും വഴിയൊരുക്കിക്കൊണ്ടിരുന്നത് എന്ന് സ്നാപകൻ അറിയാം. അതുകൊണ്ട് തന്നെ അവൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമാണ്. ഞാൻ നിന്റെ അടുത്തേക്ക് വന്ന് സ്നാനം സ്വീകരിക്കേണ്ടപ്പോൾ നീ എൻ്റെ അടുത്തേക്ക് വരുന്നത് എന്തേ? യേശുവിൻ്റെ മഹത്വം തിരിച്ചറിയുന്നു. യേശു ആദ്യമായി രംഗത്ത് വരുന്നത് ഇവിടെയാണ്. പ്രായപൂർത്തിയായ ശേഷം യേശു ആദ്യമായി രംഗപ്രവേശം ചെയ്യുന്നു. തീർച്ചയായും 1-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ണിമിശിഹായെ കുറിച്ചുള്ള പരാമർശങ്ങൾ സുവിശേഷത്തിലുണ്ട്. പക്ഷേ
പ്രായപൂർത്തിയായ യേശു ആദ്യമായി രംഗത്ത് വരുമ്പോൾ ഒരു മനുഷ്യന്റെ ചോദ്യം ഇതാണ്: ഞാൻ നിന്റെ അടുത്തേക്ക് വരേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ? ചോദ്യത്തിൻ്റെ ഉത്തരം ലക്ഷ്യം വ്യക്തമാണ്. യേശുവിൻ്റെ മഹത്വമാണ് സുവിശേഷകൻ ഇവിടെ ഊന്നിപ്പറയും. അപ്പോൾ യേശു പറയുന്ന മറുപടി ഈ സുവിശേഷത്തിൽ യേശുവിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യ വചനമാണ്. ഓരോ സുവിശേഷകന്മാരും യേശുവിൻ്റെ ആദ്യ വാക്കായി രേഖപ്പെടുത്തുന്ന വചനങ്ങൾക്ക് ആ സുവിശേഷത്തിൻ്റെ സന്ദേശവുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം യോഹന്നാന്റെ സുവിശേഷം പഠിച്ചപ്പോൾ നാം മനസ്സിലാക്കി, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ആദ്യം ചോദിക്കുന്ന വാക്ക് നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഒരു ക്രിസ്തു അന്വേഷണം സുവിശേഷത്തിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ ഉടനീളം സ്വാധീനം ചെലുത്തുന്ന ചിന്തയാണ് എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഇവിടെ യേശു ചോദിക്കുന്ന എന്താണ്? യേശു പറഞ്ഞു, സർവനീതിയും പൂർത്തിയാക്കുക നമുക്കുചിതമാണ്, അതുകൊണ്ട് ഇപ്പോൾ സമ്മതിക്കുക നീ. സകല നീതിയും പൂർത്തിയാക്കാൻ വന്നവനാണ് മത്തായിയെ സംബന്ധിച്ച് ക്രിസ്തു. കാരണം പഴയ നിയമത്തിൽ പ്രവാചകന്മാരും നിയമഗ്രന്ഥങ്ങളും നാളിതുവരെയും ഏതൊരു രക്ഷകനെ കുറിച്ച് പ്രവചിച്ചുവോ സാക്ഷ്യം നൽകിയോ ആ സാക്ഷ്യങ്ങൾ അത്രയും സാക്ഷാത്കരിക്കപ്പെടുന്ന വ്യക്തിയായിട്ടാണ് മത്തായി യേശുവിനെ അവതരിപ്പിക്കുക എന്ന് നമുക്കറിയാം. യേശു സ്നാനം സ്വീകരിക്കുമ്പോൾ അത്ഭുതകരമായ ചില സംഭവങ്ങൾ നടക്കുന്നു. എന്താണ്? അവൻ ജലത്തിൽ നിന്ന് കയറവേ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നു. ഇത് വളരെ നാടകീയമാണ്. നമുക്കറിയാം, ആഴങ്ങൾക്ക് മീതെ അന്ധകാരം മാത്രമുണ്ടായിരുന്ന സൃഷ്ടിയുടെ പ്രാരംഭത്തില് ദൈവത്തിൻ്റെ ആത്മാവ് ആഴങ്ങൾക്ക് മീതെ ചലിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സൃഷ്ടി സംഭവിച്ചത് എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ സാക്ഷ്യം തന്നെ ഇവിടെ യേശുവിൻ്റെ സ്നാനത്തിൻ്റെയും പിന്നാമ്പുറത്തുണ്ട് എന്നത് സത്യമാണ്. ലോകമാസകലം ജലപ്രളയത്തിൽ അന്യം നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം നോഹയുടെ പെട്ടകത്തിൽ നിന്ന് കാക്കയെ തുറന്നുവിട്ടു. തുടർന്ന് നോഹ പ്രാവിനെ തുറന്നുവിട്ടു. ഈ പ്രാവ് നോഹയുടെ പെട്ടകത്തിലേക്ക് തിരികെ എത്തി ഒലിവിലയുമായി എന്ന് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അപ്പോൾ പ്രാവ്, പരിശുദ്ധാത്മാവ്, ജലം എന്നീ പ്രതീകവൽക്കരണത്തിലൂടെ ക്രിസ്തുവിൽ ആരംഭിക്കുന്ന നവലോകത്തെക്കുറിച്ചുള്ള സൂചന യേശുവിൻ്റെ മാമോദീസ വേളയിൽ സുവിശേഷകൻ അവതരിപ്പിക്കുകയാണ് എന്ന് അനുമാനിക്കുന്നതിൽ തെറ്റില്ല. സ്വർഗം തുറന്നു. ഉടൻ ഒരു അശരീരി ദൈവീകമായ അരുളപ്പാടും കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുത്രനാണ് യേശു. ദൈവീകതയ്ക്കുള്ള വലിയ സാക്ഷ്യം സുവിശേഷകൻ ഇവിടെ നൽകുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കും. സദുക്കായരും ഫരിസയരും തമ്മിലുള്ള കൂട്ടായ്മയെക്കുറിച്ചുള്ള പരാമർശം സുവിശേഷകന്റെ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്.